എല്ലാ മിത്രങ്ങൾക്കും രാജരാജ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ മാസത്തെ മിഥുനമാസം ഇപ്പം 3-4 ദിവസം കഴിഞ്ഞെങ്കിൽ ഈ മിഥുനമാസം പൊതുവെ എല്ലാവർക്കും എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ചിന്തിക്കുന്നത് അശ്വതി, ഭരണി, കാർത്തിക, കാൽ പാവമുള്ള നക്ഷത്രക്കാരുടെയാണ്. ഇവർക്ക് ഈ മാസം വളരെ അനുകൂലമായ ഒരു മാസമാണ് എല്ലാം കൊണ്ടും. ഈശ്വരാധീനം നാമം ചെല്ലുക, അതുപോലെ അമ്പലങ്ങളിൽ പോവുക ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടുന്ന സമയമാണ്. ഭാഗ്യം, അതുപോലെ ഭാഗ്യക്കുറികൾ, കിട്ടാനുള്ള പൈസ കിട്ടുക, ഗ്രഹം മോൾ പിടിപ്പിക്കുക, ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുക, വിദേശ യോഗമുള്ളവർക്ക് വിദേശത്ത് പോകേണ്ടവർക്ക് വിദേശം യോഗം കൊണ്ട് മംഗല്യം നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മംഗല്യ ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ചില സന്താന യോഗങ്ങൾ കാണുന്നുണ്ട്. ചുരുക്കം പൊതുവെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നല്ലൊരു മാസമാണ് ഈ നക്ഷത്ര അശ്വതി, ഭരണി, കാർത്തിക, കാൽ പാവക്കാരായ നക്ഷത്രക്കാർക്ക്. അടുത്തത് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം, അര. ഇവർക്ക് പൊതുവെ സമ്മിശ്രമായ ഒരു കാലമാണ് അടുത്ത നമ്മുടെ ഈ മിഥുനമാസം എന്ന് പറയുന്നത്. അപ്പോൾ അവർ കൂടുതലും വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുക, അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ കൂവളനാൾ നടത്തുക, അങ്ങനെയുള്ള ദോഷശാന്തിക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. സമയം വളരെ മോശമാണെന്നാണ് പറയേണ്ടി വരും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമല്ല. അതുപോലെ അധ്യാപന രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്കും പെരുദോഷം അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ ഉള്ള ഒരു യോഗമാണ് ഈ മാസം. അതുകൊണ്ട് പൊതുവെ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണമെന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത പറയാനുള്ളത് മകയിരം, പാതി, തിരുവാതിര, ഗുണകത്തിന്റെ മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഈ മിഥുനമാസം വളരെ ഭംഗിയായ, വളരെ ഭാഗ്യമായ, വളരെ ഉത്സാഹത്തോടു കൂടിയ ഒരു മാസമാണ്. അവരെ തേടി പല ഭാഗ്യങ്ങൾ കാത്തിരിപ്പുണ്ട്. അവർ ശ്രദ്ധിക്കണം. അവരതുകൊണ്ട് അതിനെ കൂടുതൽ ലാഭം കിട്ടാനും കൂടുതൽ ഫലം കിട്ടാനും കൂടുതൽ മെച്ചത്തോടിയ ഭാഗ്യാനുഭവം ഉണ്ടാവാൻ വീട്ടിൽ സഹസ്രനാമം ജയിക്കുക, വിഷ്ണുക്ഷേത്രത്തിൽ പോവുക, ശിവക്ഷേത്രത്തിൽ പോവുക, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി വെറ്റിലമാല ഇടുക എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഉപകാരം ഒരു മാസം കൊണ്ട് കിട്ടുന്നൊരു മാസമാണ് ഈ മിഥുനമാസം ഇവർക്കുള്ളത്. അതുകൊണ്ട് അവർ ശ്രദ്ധിക്കണം. നല്ല യോഗ ഫലമാണ് അവർക്കുള്ളത്. കൂടുതലും സമയങ്ങൾ മറ്റേ ജോലിക്ക് സമയത്ത് ശ്രദ്ധിക്കുക. പിന്നെ കൂട്ടുകെട്ട് കുറച്ച് കുറയ്ക്കുന്നത് ഇവർക്ക് പൊതുവെ നല്ലതായിരിക്കും. കുടുംബത്തിൽ ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവും. സംഘങ്ങൾക്കെല്ലാം നന്മയാണ്. അങ്ങനെ പൊതുവെ എല്ലാം കൊണ്ടും നല്ലൊരു മാസമാണ് അവർക്ക് ഉള്ളത്. അടുത്ത പുണർത്തിന്റെ കാല്, പൂയം, ആയില്യം. ഇവർക്കും പൊതുവെ നല്ല സമയമാണ് ഈ ഒരു മാസം, മിഥുന മാസം മൊത്തം. പ്രത്യേകിച്ച് അത് എല്ലാ അനുഭവവും ഇവർക്കും ബാധകമാണ്. അടുത്ത മകം, പൂരം, ഉത്തരം, കാല്. ഇവർ വളരെ ശ്രദ്ധിക്കണം. വളരെ മോശമായ ഒരു സമയമാണ് ഈ ഒരു മാസം നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക, വീട്ടിൽ നാമം ജപിക്കുക, വിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാൻ തുളസിമാല മേടിച്ചിടുക, ശിവക്ഷേത്രങ്ങളിലൊക്കെ പോയി അവിടെ ജലധാര നടത്തുക, പൂവളത്തുമാല മേടിച്ചിടുക, ഇങ്ങനെയുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യുക, വീട്ടിൽ നാമം ചെല്ലുക, വിളക്ക് കത്തിക്കുക, ഇത്യാദി സൽക്കർമ്മങ്ങൾ ചെയ്യുക ഒക്കെ ചെയ്താൽ ദോഷങ്ങൾക്ക് ഇച്ചിരി ശമനം ഉണ്ടാവും. എങ്കിലും വിഷമിക്കേണ്ട. നിങ്ങൾ ഈശ്വരനുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്തത് ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിര, പകുതി. ഇവർക്ക് ഈ മാസം പൊതുവെ എല്ലാം കൊണ്ടും ഗുണവും കൂടി ചേർന്നൊരു കാലമാണ്. ഗുണസമ്മിശ്രമുണ്ട്, ഗുണവുമുണ്ട്. എന്നാൽ ഭാഗ്യം അതിഗംഭീരമായ രീതിയിൽ ഇവരെ തേടിയെത്തുന്നുണ്ട്. പിന്നെ വസ്തു കച്ചവടം, ലോട്ടറി, ഈ രംഗത്ത് നിൽക്കുന്നവർക്ക് വളരെ ഭാഗ്യാനുഭവമാണ് ഉണ്ടാകുന്നത്. പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ ഭാവമാണ്. എന്നാൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ജോലി ചെയ്യുന്ന അധ്യാപകര്, ബാങ്ക് ജീവനക്കാര്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നീ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപവാദം കേൾക്കാൻ ഇടവരും. അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക, വീട്ടിൽ ഈശ്വരനെ വിളിക്കുക, നാമം ജപിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്താൽ പൊതുവെ എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. അടുത്തത് ചിത്തിര, പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം. ഇവർക്ക് പൊതുവെ നല്ലൊരു സമയമാണ് ഈ മാസം, മിഥുനമാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഭാഗ്യകാരികളും ലോട്ടറി എടുക്കുന്നവരെ അല്ലാതെ വിൽക്കുന്നവർക്ക് ഒക്കെ ഭാഗ്യം ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. വസ്തു മേടിക്കാൻ അഡ്വാൻസ് കൊടുത്തവർക്ക് വസ്തു എഴുതാൻ സാഹചര്യം വന്നു ചേരും. വിദേശ യോഗം കാണുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർച്ചയാണ്. എല്ലാ വീട്ടിലും നല്ല ഉന്നതി, വിദ്യാഭ്യാസ മേഖലകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉന്നതി, എല്ലാ രീതിയിലും പൊതുവെ ഇവർക്കെല്ലാം നല്ലൊരു ഫലമാണ് കാണുന്നത്.
പിന്നെ സർപ്പക്കാവ് പോലുള്ള ആൾക്കാർ വീടുള്ള കാവുകളുള്ള അമ്പലങ്ങളുള്ള സർപ്പക്കാവുകളുള്ള വീട്ടിലെ കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അതിനെ പരിപാലിക്കുക. അവർക്ക് സർപ്പത്തിൻ്റെയൊക്കെ നല്ല ഫലം കിട്ടുന്നതായിരിക്കും. എല്ലാം കൊണ്ടും പൊതുവെ ഈ ഒരു മാസം മാസം നിങ്ങൾക്ക് അനുകൂലമാണെന്ന് തന്നെ പറയേണ്ടി വരുന്നു. അടുത്തത് വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഇവർക്കും പൊതുവെ മിഥുനമാസം എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ്. പിന്നെ വാഹനം ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം വെച്ച് മറന്നു വയ്ക്കുക, തിരിച്ചെടുക്കാൻ പോകാതിരിക്കുക. കളഞ്ഞ ഒരു സാധനം പോട്ടെ എന്ന് ചിന്തിക്കുക. അത് തിരിച്ചെടുക്കാൻ പോവുകയോ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അവിടെ സമയദോഷമുണ്ട് എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ വാഹനം ഓടിക്കേണ്ടത് സൂക്ഷിക്കണം. പിന്നെ മറ്റ് ഭാഗ്യ അനുഭവങ്ങളാണ് കൂടുതൽ നിങ്ങളെ തേടി വരുന്നത്. വിദ്യാഭ്യാസപരമായിട്ടും ധനപരമായിട്ടും എല്ലാം ലോൺ എടുത്തിട്ടുള്ളവർക്ക് ലോൺ അടച്ചു തീർക്കാൻ പറ്റും. കടം കൊടുത്തുള്ളവർക്ക് കടം തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. എല്ലാം കൊണ്ട് പൊതുവെ ഒരു നല്ല സമയമാണെന്നാണ് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. അടുത്തത് മൂലം, പൂരാടം, ഉത്തിരാടത്തിൻ്റെ കാൽഭാഗം. ഇവര് എല്ലാ കാര്യങ്ങളിലും മെല്ലെ മാത്രമേ നിങ്ങളുടെ കാര്യം നടക്കത്തുള്ളൂ. അതുകൊണ്ട് കാലം വളരെ അനുകൂലമാണെന്ന് പറയാൻ ഒട്ടും പറ്റത്തില്ല. ഒരു കാരണവശാലും ഒരു മാസം നിങ്ങൾക്ക് വളരെ മോശ സമയമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഈശ്വരനെ നടത്തുക, ഈശ്വരനെ വിളിക്കുക, നാമം ജപിക്കുക. അതുപോലെ ക്ഷേത്ര ദർശനം, വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുക, അവിടെ മഞ്ഞപ്പട്ട് മേടിച്ചു കൊടുക്കുക, ഭഗവാനെ തുളസിമാല ചാർത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ദേവീ ദർശനം നടത്തുക. എന്നിത്യാദി കാര്യങ്ങൾ നടത്തണം. സമയം വളരെ മോശമായ സമയമാണ് ഇവർക്ക്. അതുകൊണ്ട് തീർത്തും ദോഷമാണെന്ന് പറയുന്നില്ല. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തും എന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങളൊരു മാസം മുന്നോട്ട് പോവാം. അടുത്ത ഉത്തരാടത്തിന്റെ മുക്കാൽ, തിരുവോണം, അനിഴം, പകുതി. അനിഴത്തിന്റെ പകുതി ഭാഗം. ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായ സമയമാണ്. നിങ്ങൾക്ക് ഭാഗ്യം, അതുപോലെ ലോട്ടറി, ലേലച്ചിട്ടി ഇവയുള്ളവർക്കൊക്കെ കിട്ടാനും അത് എടുക്കാനും പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഭാഗ്യങ്ങൾ തേടിയെത്തുന്നുണ്ട്. നാനാ രീതിയിലുള്ള സഹായങ്ങൾ കിട്ടും. സന്താന സൗഖ്യം ഉണ്ടാവും. പിന്നെ പിതൃ സ്നേഹങ്ങളും അവരെ സ്നേഹിക്കാനും പരിപാലിക്കാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. വീട്ടിലെ വളരെ മംഗളമായ കാര്യങ്ങൾ നടക്കാൻ യോഗമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഭവനത്തിലും വീട്ടിലും അവരവർക്കും എല്ലാം ഭാഗ്യത്തിന്റെ ഒരു അനുഭവമാണ്. കൂടുതൽ ഭാഗ്യം കിട്ടാൻ വേണ്ടി ഈശ്വരനെ വിളിക്കുക, ക്ഷേത്രദർശനം നടത്തുക. അതുകൊണ്ട് കൂടുതൽ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം, അര, ചതയം, പൂരിട്ടാതി, മുക്കാല്. വളരെ ദോഷം പിടിച്ച സമയമാണ്. ഇടവ മിഥുനമാസം പറയാണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ക്ഷേത്രദർശനം നടത്തണം. കൂടാതെ അമ്പലങ്ങളിൽ വഴിപാട് കഴിക്കുക, വീട്ടിൽ സഹസ്രാംഗം ചെയ്യിക്കുക. അങ്ങനെയുള്ള ഈശ്വര നടത്തി കഴിഞ്ഞാൽ ദോഷത്തിൽ വളരെ ശമനം ഉണ്ടാവും. നിങ്ങൾ പ്രത്യേകം ഈ മാസം ശ്രദ്ധിക്കണം. വാഹനം ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ മറ്റേ ബാങ്ക് ജീവനക്കാരെ, അധ്യാപകരെ, മറ്റേ പോലീസ് ജീവനക്കാരെ, രാഷ്ട്രീയക്കാരെ, ഇവർക്കെല്ലാം വളരെ മോശമായ ഒരു കാലമാണ് ഈ മാസം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഈ ഒരു മാസം അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഓർത്തിന്നോണം. അടുത്തത് പൂരിട്ടാതി കാൽഭാഗം, ഉത്തിരിട്ടാതി, രേവതി. ഈ മാസം വളരെ പൊതുവെ നല്ല അനുകൂലമായ കാലമാണ്. നിങ്ങൾക്ക് എല്ലാ കൊണ്ടും സർവ്വമംഗളവും വന്നു ചേരും. വീട്ടിലെ ഭാഗ്യത്തിൻ്റെ നാനാ രീതിയിലുള്ള അനുഭവം ഉണ്ടാവും. മുടങ്ങി കിട്ടുന്ന പൈസ കിട്ടും. അതുപോലെ കടം കൊടുത്ത പൈസ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും. ആ ലോണുകളൊക്കെ അടച്ചു തീർക്കാൻ പറ്റും. പുതിയ ഭവനം വെക്കാൻ പറ്റും. വിദേശത്ത് പോകേണ്ടവർക്ക് പോകാൻ പറ്റും. ജോലിക്ക് പ്രതീക്ഷിക്കുന്ന ജോലി കിട്ടാൻ കിട്ടും. അതുപോലെ വിവാഹാരങ്ങൾ മുടങ്ങി വിവാഹത്തിനുള്ള ആലോചന വന്നു ചേരും. എല്ലാം കൊണ്ടും പൊതുവെ നല്ലൊരു മാസമാണ്. ഭഗവാനെ വിളിക്കുക. മറ്റ് ദോഷമുള്ളവരും ദോഷമില്ലാത്തവരും തന്നെ എല്ലാ ദിവസവും നാമം ജപിക്കുക. സഹസ്രനാമം കഴിയുന്നത് ജയിക്കാൻ ശ്രമിക്കണം. പിന്നെ അടുത്ത ക്ഷേത്ര ദർശനം നടത്തി എല്ലാവർക്കും നന്മ വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദയവായി ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി ദയവായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റ് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി താല്പര്യം നമ്മൾ എന്നെ ബന്ധപ്പെടുവോ നിങ്ങൾ കമൻ്റായിട്ടോ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.